ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ ഭഗവാന് കീ ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിലെ രണ്ടാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് ഭഗവത് പാദത്തെങ്കിൽ പാരായണം ചെയ്ത് സമർപ്പിക്കാനുള്ളത്. ശുഖസാരസ്വതം എന്ന അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, 2-ാമത്തെ സ്കന്ധം, 4-ാമത്തെ അധ്യായം. സൂതനോതി ഋഷേയെന്നും ഭഗവാനെ ഓർത്താൽ മനഃശുദ്ധി നേടാം മനുജനൻ. അന്ത്യത്തിൽ നാരായണ സ്മൃതി കിട്ടുവാൻ ആയതിനെപ്പോഴും സത്കഥ കേൾക്കണം. ശ്രീശുകനിങ്ങനെ ചോദിയപ്പോൾ നൃപൻ സർവവും വിട്ടു സുതർ പത്നി രാജ്യവും. രാജാവുറപ്പിച്ചു 7-ാം ദിനം മുക്തി. ധർമാർത്ഥകാമങ്ങൾ വിട്ടു മഹാശയൻ. ഉത്സുകനായി കഥ കേൾക്കാനിരിക്കവേ ചൊല്ലി പരീക്ഷിത്ത് സന്തോഷം ഭാഗ്യവും. സൃഷ്ടിസ്ഥിതിലയം എങ്ങനെ ചെയ്യുന്നു ഏതൊരു ശക്തിയാൽ കാലവ്യത്യാസവും. ബ്രഹ്മം പരമാത്മാ ഏകനല്ലേ, അതിൽ നാനാത്വമെങ്ങനെ ചേർത്തു ഹരി ഗുരു. സൃഷ്ടിക്കപ്പെട്ടതും ലീലയും മായയാൽ സാക്ഷിയാൽ സർവം നിയന്ത്രിപ്പതും ഹരി. മുഗുണമൊന്നിച്ചോ ഓരോന്നായി ചേർക്കയോ ലീലതൻ സാരവും ചൊല്ലണേ ശ്രീഹരേ. ഇങ്ങനെ കേട്ടു ശുകൻ ചൊല്ലി സാദരം. എൻ്റെ ഭഗവാനെ വാഴ്ത്തട്ട ഞാൻ നൃപാം. മങ്ങാത്തമായാത്ത ശ്രീഹരിമേന്മയെ ആർക്കും അളക്കാൻ അറിയാൻ കഴിഞ്ഞിടാൻ. മുഗുണം ചേർത്തു ശരീരങ്ങൾ സൃഷ്ടിച്ചു അന്തര്യാമിയായി വാഴും ഹരേ നമഃ. സജ്ജന ദുഃഖത്തെ തീർക്കും പരമ്പുമാൻ. ദുഷ്ടരെ കൊല്ലും സകലനായി മുഗുണി. ജ്ഞാനീ പരമഹംസന്മാർക്കു ശ്രീഹരി ലക്ഷ്യത്തെ കാട്ടിക്കൊടുക്കും കരുണയാൽ. കാപട്യം കാട്ടും ജനത്തിൻ സ്മരണയിൽ ഒട്ടും വരാത്ത ഹരിക്കു നമോ നമഃ. ഭക്തനു ജ്ഞാനം കൊടുക്കും യഥാവിധി. സ്വന്തധാമത്തിൽ വിരാജിക്കും ബ്രഹ്മമായി. കാരുണ്യമൂർത്തിയെ കാണണം കേൾക്കണം. കീർത്തിക്കണം സദാ വന്ദിക്കണം നരൻ. ദാനവ്രത പൂജ നാമത്താലൊക്കെയും മംഗളമൂർത്തി തൻ പ്രീതിയെ നേടണം. പാദങ്ങൾ സേവിച്ചു ഭക്തി വളർത്തണം. മോഹം നശിക്കണം, സ്വർഗം ത്യജിക്കണം. ബ്രഹ്മം കൊതിക്കണം, മോക്ഷേച്ഛുവാകണം. കീർത്തനീയൻ ഭഗവാനെ നമിക്കണം. മാർഗമേതാകിലും ആത്മജ്ഞാനായിടും. തൈർക്കും രജസ്സും തമസ്സും ഭജിക്കുകിൽ. ദാനം തപസ് യോഗം കൊണ്ടുള്ള സദ്ഫലം ശ്രീഹരിക്കേകണം ഞാൻ എൻ്റെ പോകുവാൻ. കാട്ടാളർ ഹൂണർ പുളിന്തറും പുൽക്കസൻ
പാപികൾ ഭക്തന്റെ പാദം പിടിക്കുകിൽ ഭക്തർക്കു സേവനം ചെയ്താലും ശുദ്ധരായി പാപം നശിപ്പിച്ചു മുക്തരായി തീർന്നിടും. വേദസ്വരൂപനായി വൈദികർക്കും തഥാ ആത്മജ്ഞാനിക്കും ബ്രഹ്മം തന്നെ ഹരി. സാത്വിക വൃദ്ധിക്കായി കാരുണ്യമൂർത്തിയായി ഭക്തനുമേകുന്ന അനുഗ്രഹശക്തിയെ താപസർക്കെന്നും തപോമയൻ ശ്രീഹരി. ധർമ്മസ്വരൂപനായി ധാർമ്മികർക്കും സദാ ബ്രഹ്മരുദ്രാദിയും സേവിക്കുമീശ്വരൻ. എന്നിൽ പ്രസാദിച്ച ജ്ഞാനമേകീടണേ. ലക്ഷ്മീപതി യജ്ഞനാഥൻ പ്രജാപതി ലോകപതി യദുനാഥൻ ധരാപതി. ഭക്തപതി കവി യോഗികൾക്കും പതി നാരായണനെ നമസ്കരിക്കുന്നു ഞാൻ. സൃഷ്ടി തുടങ്ങുവാൻ ബ്രഹ്മാവിനു ഹരി 4 വേദങ്ങളും തോന്നിപ്പിച്ചു ഹൃദി. വേദങ്ങളെ ഋക്കായി കാട്ടി ഋഷികളാൽ വേദം പരത്തിയ ശ്രീഹരേ വന്ദനം. പഞ്ചഭൂതങ്ങളെ കൊണ്ടു ശരീരവും 10 ഇന്ദ്രിയം മനം ആത്മാവും ചേർക്കവേ ഉണ്ടായി 16 ഭാവമീ ജീവന്. ദേവകളാൽ ഹരി ചെയ്തു നിയന്ത്രണം. ദേഹത്തിൽ ദേഹിയായി സാക്ഷിയായി വാണിടും ചൈതന്യമായി കർമ്മവാസനാപ്രേരകൻ. ചെയ്യിക്കും മൂവിധ വൃത്തിയിലീശ്വരൻ. വാഴണേ വാക്കായി വക്തായിവനായി. കണ്ണായി കാണലും കാതായി കേൾക്കലും നാവായി രുചിക്കലും മൂക്കായി മണക്കലും പ്രാണങ്ങളെ ദേഹം തന്നിൽ ന്യസിക്കലും കർമ്മേന്ദ്രിയം കൊണ്ട് കർമ്മത്തെ ചെയ്യലും. ജീവൻ 16 ഭാവത്തിൽ തന്നിടും സാക്ഷിയായി സർവം അറിഞ്ഞിടും ശ്രീഹരി. എന്നിൽ വസിക്കണം വേണ്ട പോലോതണം വിഷ്ണുവിൻ നാനാ അവതാരലീലകൾ. തത്വം ഗുണം സാരം ഒക്കെ വിധിക്കായി ചൊല്ലിക്കൊടുത്ത ഹരിക്കായി വന്ദനം. ശ്രീഹരി സത്കഥ നന്നായി ചൊല്ലുവാൻ നാരദനും തഥാ വ്യാസനും വന്ദനം. കൃഷ്ണാരാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നമഃ. സ്കന്ധം 2 അധ്യായം 4 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഹരേ നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീ ഹരേ